ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. മമ്മൂട്ടി നായകനായെത്തുന്ന ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ഇറങ്ങാൻ ഇനി 2 ദിവസങ്ങൾ കൂടെ മാത്രം ബാക്കി നിൽക്കുകയാണ്. സിനിമയുടെ ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ ആരംഭിച്ചിരിക്കുന്നു. എറണാകുളത്ത് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നു 2 തിയേറ്ററുകളിലാണ് സിനിമയുടെ സ്ക്രീനുകൾ ആഡ് ചെയ്തതായി കാണുന്നത്. ഇനി കൂടുതൽ തിയേറ്ററുകളിലേക്ക് എത്തും എന്നുള്ളതും ഉറപ്പാണ്. എന്താണെങ്കിലും ഇന്നലെ തന്നെ തൃശ്ശൂർ രാഗത്തിൽ തുടങ്ങിയിരുന്നു. ഇന്ന് എറണാകുളത്ത് ഒബ്രോൺ മാളിലും കവിത തിയേറ്ററിലുമാണ് വരുന്നത്. കവിതയിൽ സാധാരണത്തേന് വിപരീതമായിട്ട് 6 ഷോകൾ ആദ്യം തന്നെ ചാർട്ട് ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് കാണാനും കഴിഞ്ഞു. ഇതുവരെ ബുക്കിങ്ങിൻ്റെ കാര്യം നോക്കുമ്പോൾ അത്ര മികച്ച രീതിയിലൊന്നും കാണുന്നില്ല. തൃശ്ശൂരിൽ നമുക്ക് കാണാൻ കഴിയുന്നു ഏകദേശം 50-70% ബുക്കിംഗ് ഒരുമാതിരി എല്ലാ ഷോകൾക്കുമായിരിക്കുന്നു. എറണാകുളത്തൊക്കെ തുടങ്ങിയിട്ടുള്ളൂ 10-15% മാത്രമേ, പലരും അറിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് തോന്നുന്നത്. ഇതിനിടയിൽ ഗൗതം വാസുദേവമേനോൻ്റെ ചില വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ നമ്മളെ അത് കേൾക്കുമ്പോൾ നമുക്ക് ഒരു കാര്യങ്ങൾ തോന്നുന്നത് ഇങ്ങനെയാണ്. ധ്രുവനക്ഷത്രം എന്ന എൻ്റെ സിനിമയുടെ റിലീസ് ഡേറ്റ് ഉറപ്പിച്ച തലേ ദിവസം രാത്രി അത് മാറ്റേണ്ടി വരുന്ന സാഹചര്യം വന്നപ്പോൾ ഞാൻ വളരെ ഡിപ്രസ്ഡ് ആയിരുന്നു. ഈ സിനിമ വന്നതാണ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തത്. ഗൗതം വാസുദേവമേനോൻ പറയുന്ന വാക്കുകളാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത്, മമ്മൂട്ടി സാറിനെ പോലെ ഒരാൾ എന്നെ അംഗീകരിക്കുന്നു എന്നത് എനിക്ക് പോസിറ്റീവ് എനർജി തന്നത്. ചെറുപ്പം മുതൽ ആരാധിക്കുന്ന ഒരാളെ സംവിധാനം ചെയ്യുന്നതിൽ ഞാൻ ഒരുപാട് പ്രിപ്പയർഡായി ചെയ്ത സിനിമയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്. ഇനി മറ്റൊരു കാര്യം കൂടെ അദ്ദേഹം എടുത്ത് പറയുന്നു. എൻ്റെ സിനിമ നേരിടുന്ന പ്രതിസന്ധി അറിഞ്ഞ് തന്നെയാണ് അദ്ദേഹം ഈ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തത്. അതിനൊക്കെ ഉള്ള ഒരു താങ്ക്സ് പോലെയാണ് പടത്തിൻ്റെ എൻ്റെ ഡയറക്ഷൻ ടൈറ്റിൽ ഞാൻ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്. അപ്പം നമുക്കറിയാം ഏത് രീതിയിലാണ് ഗൗതം വാസുദേവമേനോൻ ഇപ്പോൾ നിൽക്കുന്നതെന്നും ഈ ഒരു സിനിമ അദ്ദേഹം ഏത് എഫേർട്ട് എടുത്താണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും മികച്ച സിനിമയായിരിക്കും എന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല. കാരണം മമ്മൂട്ടി കമ്പനിയാണ് ഈ ഒരു സിനിമ നിർമ്മിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ. പ്രത്യേകിച്ച് മമ്മൂട്ടി ഒരു സിനിമ ഈ ഒരു കാലഘട്ടത്തിൽ അഭിനയിക്കണമെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ മികച്ച രീതിയിലില്ലാതെ അഭിനയിക്കാൻ അത് തന്നെയാണ് എടുത്തു പറയാനുള്ളത്. ആ കാര്യമില്ലാതെ അദ്ദേഹം ചെയ്യുകയുമില്ല. ഇവിടെ നമ്മളേറെ പ്രതീക്ഷയിലാണ്. ഗൗതം വാസുദേവമേനോൻ മമ്മൂട്ടി സിനിമ എത്തുമ്പോൾ വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലാതെ തന്നെ വരുന്നു. ഇതുവരെ ഒരു ഹൈപ്പും പ്രൊഡ്യൂസ് ചെയ്യാത്ത സിനിമ, വളരെ ലോ ബഡ്ജറ്റിൽ വരുന്ന ചിത്രമാണ്. നമുക്കറിയാം മമ്മൂട്ടി മോഹൻലാൽ ഒരു ക്ലാഷ് റിലീസ് വരുമെന്ന് പറഞ്ഞെങ്കിൽ മോഹൻലാലിൻ്റെ സിനിമ മാറ്റുന്ന ഒരു അവസരം നമ്മൾ കണ്ടു. എന്നിരുന്നാലും ഈ ലോ കോസ്റ്റ് പടം വലിയ ലെവലിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് എല്ലാവരും. പ്രത്യേകിച്ച് ഒരു മമ്മൂട്ടി സിനിമ ഇറങ്ങുന്ന രീതിയിലുള്ള യാതൊരു അനക്കവും ഈ സിനിമയ്ക്ക് കാണുന്നില്ല. ഈ സിനിമയ്ക്ക് പ്രത്യേകിച്ച് യാതൊരു പ്രസ് മീറ്റോ അങ്ങനെയുള്ളൂ ഒരു കാര്യവും കാണുന്നില്ല, പബ്ലിസിറ്റി കാണുന്നില്ല. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് കാണുന്നു. തിയേറ്ററുകളുടെ എണ്ണവും കുറവ് എന്നുള്ളതാണ്. എന്താണെങ്കിലും കാത്തിരിക്കുകയാണ് ഈ ഒരു സിനിമ ഏത് രീതിയിലാണ് പോവുക അല്ലെങ്കിൽ വരിക എന്നുള്ളതൊക്കെ കാണാനായിട്ട്. അപ്പോൾ കാത്തിരിക്കാം. നിങ്ങൾ ആരൊക്കെയാണ് ഈ ഒരു സിനിമയിൽ പ്രതീക്ഷ വെച്ചിരിക്കുന്നത്, ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്ന ആരൊക്കെയാണെന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം. ഗ്രേറ്റ് മീഡിയാസ്.